പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതലെന്ന് വന്നേക്കും തന്നെ. ആമീൻ. തൻ്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. രക്ഷിതാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന ഞങ്ങളുടെ മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ വിട്ടു നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യക മർത്തുമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ദൈവമാകുന്ന കർത്താവേ, നിന്റെ വരവിനെക്കുറിച്ച് ദാവീദിൻ പുത്രിയോട് വചനിച്ച ദൂതനോടൊന്നിച്ച് നിന്നെ സ്തുതിപ്പാനും നിന്റെ പിതാവിനോടൊന്നിച്ച് സ്ഥിതി ചെയ്തുകൊണ്ട് ആരുടെ ഗർഭത്തിൽ നീ വസിച്ചുവോ ആ കന്യകയോടൊന്നിച്ച് നിന്നെ പുകഴ്ത്തുവാനും നിന്റെ ഉൽപാദന സംഗതിയുടെ രഹസ്യം അറിയിച്ച നീതിമാനായ യൗസേപ്പിനോടൊന്നിച്ച് നിന്നെപ്പറ്റി അതിശയിക്കുവാനും വിസ്മയഭരിതരായി നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും വിശുദ്ധിയോടെ സ്മരിച്ചു പുകഴ്ത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. മോറൻ വാലോഹാലവൽ മീൻ. ആമീൻ. ദൈവമേ, നിന്റെ ദയയ്ക്ക് താക്കുവാണോ എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴി ഉപദേശിക്കും. പാപികൾ നിങ്ങളിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ ബലിയായി അർപ്പിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. കുറിയലായിസോൻ. കർത്താവേ, നിന്നെ ഞാൻ വിളിച്ചുവല്ലോ. എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് എൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുമുമ്പാകെ ധൂപം പോലെയും എൻ്റെ കൈകളിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എൻ്റെ ഹൃദയം ദുഷ്കാര്യത്തിന് ചായുകയും ഞാൻ അന്യായക്രിയകൾ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എൻ്റെ വായ്ക്കൊരു കാവൽക്കാരനെയും എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി ഞാൻ കൂട്ടുചേരുവാനിടയാകരുതേ. നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എൻ്റെ തലയെ കൊഴിപ്പിക്കരുതേ. എന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ തിന്മയ്ക്കെതിരായിട്ടാകുന്നു. അവരുടെ വിധികർത്താക്കന്മാർ പാറയിന്മനയാൽ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. ഭൂമിയെ കൊഴു ചിതറിച്ചിരിക്കുന്നത് പോലെ പാതാളവാതിക്കൽ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവേ, എൻ്റെ കണ്ണുകൾ നിങ്കിലേക്ക് ഞാൻ ഉയർത്തി. നിന്നിൽ ശരണപ്പെട്ടു. എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികളെ മറച്ചു വച്ചിട്ടുള്ള അഹങ്കാരികളുടെ കൈകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അന്യായക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലകളിൽ വീഴുമാറാകണമേ. എൻ്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ നിലവിളിച്ചു. എൻ്റെ ശബ്ദത്തിൽ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. തിരുസന്നിധിയിൽ എൻ്റെ സങ്കടം ഞാൻ ഉയർത്തുകയും തിരുമുമ്പിൽ എൻ്റെ ഞെരുക്കം അറിയിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവ് കുണ്ഠിതപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഊടുവഴികളെ നീ അറിയുന്നു.
എൻ്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കെണികളെ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ലെന്ന് ഞാൻ കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി. എൻ്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എൻ്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയും നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ അപേക്ഷയെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മാവിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പകരം ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായിട്ട് കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുവാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എൻ്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ആത്മാവെല്ലാം ഇപ്പോഴും നിന്റെ കൈകളിൽ ഇരിക്കുന്നു. നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികൾ എനിക്കായി കെണികളെ വെച്ചു, എന്നാലും ഞാൻ നിന്റെ കൽപ്പനകളിൽ നിന്നും തെറ്റിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷിയെ എന്നേക്കുമായ അവകാശമായി സ്വീകരിച്ചു. എന്തെന്നാൽ അത് എൻ്റെ ഹൃദയത്തിന് ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നേക്കും സത്യത്തോടെ ചെയ്യുവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവുമാകുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ ശുഭോല ബോല ബ്രോവൽ റൂഹോ കാദീശോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടവിടാതെ സമർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. അത്ഭുതകരവും സുഗ്രാഹ്യമല്ലാത്തതുമായ ഗർഭധാരണത്തെപ്പറ്റി വചനിക്കുവാൻ പരിശുദ്ധ കന്യകമറിയാമിൻ്റെ പക്കൽ തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ തന്നെയും തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ റൂഹായുടെയും ഇഷ്ടത്താൽ പറഞ്ഞയച്ച വചനമാകുന്ന ദൈവത്തിന് സ്തുതി. തനിക്ക് സ്തോത്രം. താൻ ഇറങ്ങി വന്ന് അവളുടെ വിശുദ്ധ ഗർഭപാത്രത്തിൽ വസിക്കുകയും തൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരാതെയും അവളിൽ നിന്നുള്ള ജനനം മൂലം മാതാവിൻ്റെ കന്യാവ്രതമുദ്രയ്ക്ക് ഹാനി വരാതെയും ശരീരിയായി തീരുകയും ചെയ്തു. തന്നിമിത്തം വചനിപ്പ് ദിനത്തിൽ സ്തോത്രങ്ങളാലും ഹാലേലുയാകളാലും ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും കരുണാപൂർണനായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവിൻ്റെ പ്രാർത്ഥനകൾ മൂലം പാപമോചനത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. എല്ലാവിധ ശിക്ഷകളിൽ നിന്നും കോപസൂചകമായ വടികളിൽ നിന്നും നിത്യമായ ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുമാറാകണമേ. നിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി
ഇപ്പോഴെല്ലായ്പ്പോഴും നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ബഗലഹുനിയമോസോ ദഹായാൽവൽമീ. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിക്കുകയും അവയെ തുടച്ചു നീക്കുകയും പിന്നെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നതിനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാധിക്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകലജനത്തിൻ്റെയും പാപങ്ങളെ നീ മായ്ച്ചു കളഞ്ഞ് ഉത്തമനായുള്ളവേ ദൈവത്തോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എൻ്റെ നാഥ, അതിനാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്ക് നീ വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവല്ലണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് നീ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുള്ള അപേക്ഷകൾ നീ കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, ക്രോധവടികളെ കരുണാപൂർവം ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ പരിപൂർണത ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രം ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലവൽമീ. കർത്താവിൽ സ്നേഹമുള്ളവരെ, സദറ പ്രാർത്ഥന വായിക്കുന്നതിന് മുമ്പായി ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കണക്കിലെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനത്തോടുകൂടി ഈ സദറായെ ശ്രദ്ധിക്കാം. പരിശുദ്ധ മാതാവിനോടുള്ള അറിയിപ്പ്, ഗബ്രിയേൽ ദൂതൻ്റെ വചനിപ്പ്, അതിനെ ഓർത്ത് ഇന്ന് നമുക്ക് ലഭിക്കേണ്ട വചനിപ്പിനെ പറ്റി ധ്യാനിക്കുകയും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും കർത്താവിൻ്റെ ദൂതൻ നമ്മളോട് ഒരു വചനിപ്പ് തന്ന് നാളത്തെ ആരാധനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഒരുക്കി ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുവാൻ വേണ്ടി തയ്യാറാക്കുവാൻ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഈ സെദറായിൽ കൂടി പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. ഓരോ വിശുദ്ധ കുർബാനയിലും ഒരു വചനിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ വചനിപ്പ് ഒരു ക്രിസ്തുവായി നമ്മുടെ ഉള്ളിൽ ഉരുവാകപ്പെടുവാൻ നമ്മളെ സഹായിക്കണം. പൗലോസ്ലീഹ അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ
ജനിക്കുക, ഉരുവാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പായി ഒരു വചനിപ്പ് ആവശ്യമാണ്. സഭയിൽ ആരാധനാ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി സംഭവിച്ചിരിക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കി ഒരു ആരാധനാ വർഷം ക്രമീകരിച്ചിരിക്കുന്നത് അത് എന്നോ നടന്ന ഒരു സംഭവത്തെ വെറുതെ അയവിറക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ആ സംഭവം നമ്മുടേതായി മാറി നമുക്ക് ഇന്ന് കാലികമായി ലഭിക്കേണ്ട അതേ കൃപാവരങ്ങൾ പ്രാപിക്കുവാനാണ്. അതുകൊണ്ട് പരിശുദ്ധ മാതാവിന് അന്ന് കൊടുത്തിരുന്ന ആ ദിവ്യ വചനിപ്പിൻ്റെ ശ്രേഷ്ഠതയെ പിതാക്കന്മാർ ഈ സദറാകളിൽ ധ്യാനിക്കുവാണ്. അവിടെ പറയുന്നത്, സുഗ്രാഹ്യമല്ലാത്തതായ നിന്റെ ഗർഭോൽപാദനത്തെ അറിയിപ്പാൻ നിന്റെ കർത്തൃത്വത്തിൻ്റെ ശുശ്രൂഷകനും അഗ്നിമയനും പ്രധാന മാലാഖ്യമായ ഗബ്രിയേലിനെ നീ കൽപ്പിച്ചയച്ചു എന്നാണ്. ഇതൊരു രഹസ്യാത്മകമാണ്. ഭാഗ്യവതി മറിയാമേ നിഴലായി മൂശ പണിഞ്ഞ പെട്ടിയതാൽ നീ ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ നിന്നാണ്. പരിശുദ്ധ മാതാവിനെ എല്ലാ വിധത്തിലും വിശുദ്ധിയായി സഭ കാണുന്നു. പക്ഷേ ആ വിശുദ്ധയാക്കപ്പെട്ടത് വചനിപ്പിൽ കൂടിയാണെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മാതാവ് ആദാമ്യ സന്തതിയിൽ ഉള്ളതാകിയാൽ പരിശുദ്ധ മാതാവിനെയും കൂടെ വീണ്ടെടുക്കുവാനാണ് യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തു മാത്രമാണ് അമലോത്ഭവൻ എന്ന് പറഞ്ഞാൽ പാപം കൂടാതെ ജനിച്ചവൻ എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മാതാവ് അമലോത്ഭവയായി ജനിച്ചു എന്ന് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ പഠിപ്പിക്കുന്നില്ല. എന്നാൽ പാശ്ചാത്യ സഭകൾ അങ്ങനെ പഠിപ്പിക്കുന്നത് കർത്താവിനെ മുഖത്തീകരിക്കുവാൻ തന്നെയാണ്. കാരണം ഓൾ ഹോളി നേച്ചറിൽ മാത്രമേ ക്രിസ്തുവിന് വസിക്കുവാൻ ഒരു ഗർഭപാത്രം ഉണ്ടാകുവാൻ സാധ്യമാകൂ. അങ്ങനെയാകുമ്പോൾ ഓൾ ഹോളി നേച്ചർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പാപം കൂടാത്ത അവസ്ഥ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് പാശ്ചാത്യ സഭകൾ, പ്രത്യേകിച്ച് സഹോദരി സഭകളായ ലാറ്റിൻ, റോമൻ, കാത്തലിക് ചർച്ചസുകൾ അത് പഠിപ്പിക്കുന്നത്. പക്ഷേ പൗരസ്ത്യ പിതാക്കന്മാർ വിശ്വസിക്കുന്നത് ആദമിനെ പോലെ, നമ്മളെപ്പോലെ തന്നെ ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജനിച്ച ഒരു സ്ത്രീരത്നമാണ് പരിശുദ്ധ ദൈവമാതാവ്. പക്ഷേ അവൾ എപ്പോഴാണ് ഓൾ ഹോളി നേച്ചർ ആയത്? ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസും പരിശുദ്ധ ദൈവമാതാവിനെ ഓൾ ഹോളി നേച്ചർ എന്നാണ് വിളിക്കുന്നത്. അത് ഗബ്രിയേൽ ദൂതൻ മാതാവിന് പ്രത്യക്ഷപ്പെട്ട്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നുള്ള വചനിപ്പും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നുള്ള വചനിപ്പും കൊടുക്കുന്നതോടുകൂടി അവളെ ശുദ്ധീകരിച്ച് ഓൾ ഹോളി നേച്ചർ ആക്കി. അതുകൊണ്ട് ദൈവമാതാവ് ആദാമിൻ്റെ സന്തതികളെ രക്ഷിപ്പാൻ കാരണമായവനെ ജനിപ്പിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് ഓൾ ഹോളി നേച്ചറാണ്, നിർമ്മല കന്യകയാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോഴും പരിശുദ്ധ മാതാവ് അമലോത്ഭവയായി ജനിച്ചു എന്ന് സഭ വിശ്വസിക്കുന്നില്ല. എന്നാൽ അവളെ വിശുദ്ധയാക്കി. ഈ സദറായിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്: ഇങ്ങനെ അവളിൽ നിന്നും നീ രണ്ടാം ജനനമെടുത്തു. കർത്താവിന് 2 ജനനമാണ് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് പിതാവിൽ നിന്നുള്ള ജനനം, 2 കന്യകയിൽ നിന്നുള്ള ജനനം. കന്യകയിൽ നിന്നുള്ള ജനനത്തിനായി ഒരു വചനിപ്പ് ദൂതൻ മുഖാന്തരം പരിശുദ്ധ മാതാവിന് ലഭിച്ചു. കാരണം പാപം വർദ്ധിച്ചെടുത്ത് കൃപ പെരുകേണ്ടിയിരുന്നു. കർത്താവ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ
നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ അതിന് കാരണക്കാരിയായി ഒരുവൾ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്തതിനാൽ അവൾ കർത്താവിൻ്റെ രക്ഷാപദ്ധതിയോട് സഹകരിച്ചവൾ എന്നുള്ള രീതിയിൽ പരിശുദ്ധ മാതാവിനെ നമ്മൾ വാഴ്ത്തി പുകഴ്ത്തുന്നുണ്ട്. ഈ പ്രമിയോൻ സിദ്രായിൽ എല്ലാവിധത്തിലും വിശുദ്ധിയായ കന്യകയ്ക്ക് മാലാഖ നൽകിയ സമാധാനത്താലും അവളെ വെടിപ്പാക്കി ശുദ്ധീകരിച്ചിട്ട് എന്നാണ് പറയുന്നത്. ആ പ്രാർത്ഥന ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ആ പ്രാർത്ഥന വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവിധത്തിലും വിശുദ്ധിയായ കന്യകയ്ക്ക്, അവൾ എല്ലാവിധത്തിലും വിശുദ്ധയാണ്. അവൾ ദേവാലയത്തിലാണ് ജീവിച്ചത്. എന്നാലും ആദാമ്യ പാപത്തിൻ്റെ പരിണിത ഫലമായ മരണവും ദ്രവത്വവും പരിശുദ്ധ മാതാവിലും ഉണ്ടായിരുന്നു. പക്ഷേ അവളെ വിശുദ്ധയാക്കി വചനിപ്പ് മൂലം ശുദ്ധീകരിച്ചു. അങ്ങനെ അവളിൽ നിന്നും കർത്താവ് രണ്ടാം ജന്മമെടുത്തു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ശാപം നീങ്ങിപ്പോകുവാൻ കാരണമായവളാണ് അവൾ. ഈശോദറായിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. ഭൂമിയിൽ നിന്ന് ശാപം നീങ്ങിപ്പോകുവാൻ കാരണമായ വാഴ്ത്തപ്പെട്ടവളെ നിനക്ക് സമാധാനം. അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവമാതാവിലാണ്. ആകാശത്തിലെ മഞ്ഞുപോലെ അപരിമിതനായ പിതാവിൻ്റെ വചനത്തെ സ്വീകരിച്ച രോമക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഗിദെയോൻ്റെ രോമക്കട്ടയാണ് അതിൽ വിവേക്ഷിക്കുന്നത്. അതായത് ആകാശത്തിൽ നിന്ന് മഞ്ഞുതുള്ളി രോമക്കട്ടയിൽ മേൽ വീണപ്പോൾ പ്രതലം മുഴുവൻ വരണ്ടു കിടന്നു. അതേസമയം ആ കമ്പിളി മാത്രം നനഞ്ഞു നിന്നു. ആകാശത്തു നിന്നും വീണ മഞ്ഞുതുള്ളി കർത്താവിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ക്രൂബകൾക്ക് സാമ്യമായവളും ഇടയന്മാരാൽ ആദരിക്കപ്പെട്ടവളുമായ പരിശുദ്ധ കന്യക അശരീരിയായവനെ തൻ്റെ ഉദരത്തിൽ അടക്കിയ മൺപാത്രമാകുന്നുവെന്നാണ്. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആകാശത്തുനിന്ന് കൈ തൊടാത്ത ഒരു കല്ല് ഉരുണ്ടു താഴേക്ക് വീണു എന്ന് പറയുന്നുണ്ട്. പ്രമേയ സിദ്രായിൽ പിതാക്കന്മാർ പറയുന്നു, മനുഷ്യകരങ്ങൾ കൂടാതെ തന്നിൽ നിന്നും ശിലയായവൻ വെട്ടിയെടുക്കപ്പെട്ടു. പരിശുദ്ധ മാതാവിൻ്റെ ഉള്ളിൽ വസിച്ച കർത്താവ് പരിശുദ്ധ പർവ്വതമാകുന്നു. സ്വർഗീയ മഴയെ സ്വീകരിച്ച ലഘുവായ മേഘമേ നിനക്ക് സമാധാനമെന്നും ഈ പ്രമേയനിൽ പറയുന്നുണ്ട്. ദൈവിക യോഗ്യതകൾ നിറഞ്ഞ സുന്ദരിയെ നിനക്ക് സമാധാനം എന്നും, സ്വർഗീയ ആദാം തന്നിൽ നിന്ന് പുറപ്പെട്ട മൺമേനായ ആദാമിൻ്റെ സ്വരൂപമേ, ഇതാണ് പരിശുദ്ധ സഭയുടെ വിശ്വാസം. ആദാമിൻ്റെ സ്വരൂപം തന്നെയായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. അങ്ങനെയെങ്കിൽ ആദാം ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമായ മരണവും ദ്രവത്വവും വ്യാപരിച്ചിരുന്നവരിൽ പരിശുദ്ധ ദൈവമാതാവും അതിൽ ഉൾപ്പെട്ടിരുന്നതാണ്. അതായത് മാതാവിനെയും കൂടെ വീണ്ടെടുത്ത് രക്ഷിക്കുവാനായിട്ടാണ് കർത്താവ് താഴേക്കിറങ്ങി വന്നത് എന്നുള്ള കാര്യം പരിശുദ്ധ സഭ അസന്നിഗ്ധമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. പരിശുദ്ധ മാതാവ് മാലാഖമാരുടെ യാഥാർത്ഥ്യവും നിബിയന്മാരുടെ പ്രശംസയും സ്ലീഹന്മാരുടെ സന്തോഷവും സഹദയന്മാരുടെ ആമോദവും കന്യകമാരുടെ കിരീടവും പ്രഭയും പുകഴ്ചയുമാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനത്തോടുകൂടി ഈ സദറായിൽ സംബന്ധിക്കാം. സാത്താൻ വിതച്ച അപകട വചനിപ്പിനെ ദൂരീകരിക്കുവാനായി അതിന് മറുമരുന്നായി സത്യവചനിപ്പ് സ്വീകരിച്ച സ്ത്രീരത്നമാണ്. ഈ സത്യവചനം ഒരാൾ സ്വീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനായിട്ട് ദൈവത്തിന് നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ തന്നെ കാത്തിരിക്കേണ്ടി വന്നു. ആയതിനാൽ നമുക്ക്
ഈ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കേണ്ട സമാധാന വചനിപ്പ് നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സദറാവാനിയിൽ ശ്രദ്ധിച്ചിട്ട് സന്ധ്യാ നമസ്കാരത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് ശ്രദ്ധയെ നമുക്ക്. ഉത്കൃഷ്ടനും ഉന്നതനും അതുല്യ പ്രകാശസ്ഥിതനും ദയാലുവും കാരുണ്യവാനുമായ ദൈവമേ, നിന്റെ അവർണ്ണനീയമായ കൃപയാലും അനാദിന്ത കരുണയാലും എല്ലാ സൃഷ്ടികളെയും നീ ഉളവാക്കി. കുറ്റക്കാരോട് ക്ഷമിക്കുവാനും ഞങ്ങളുടെ ബലഹീന കുലത്തെ ആകൽ കർസായുടെ അടിമത്തത്തിൽ നിന്ന് വിടുത്തുവാനും അതിനെ ഒരു പുതിയ സ്ഥിതിയിലേക്കും പൂർണ്ണ ജീവിതത്തിലേക്കും കൊണ്ടുവരുവാനും തനിക്ക് തിരുവിഷ്ടമുണ്ടായി. മാലിന്യമില്ലാത്തവളും വിവാഹസ്പർശത്തിൽ പെടാത്തവളുമായ നിന്റെ മാതാവിനോട് മഹത്വരവും സുഗ്രാഹ്യമല്ലാത്തതുമായ നിന്റെ ഗർഭോത്പാദനത്തെപ്പറ്റി അറിയിപ്പാൻ നിന്റെ കർത്തൃത്വത്തിൻ്റെ ശുശ്രൂഷകനും അഗ്നിമയനും പ്രധാന മാലാഖയുമായ ഗബ്രിയേലിനെ നീ കൽപ്പിച്ചയച്ചു. എല്ലാവിധത്തിലും വിശുദ്ധയായ കന്യകയ്ക്ക് മാലാഖ നൽകിയ സമാധാനത്താലും അവളെ വെടിപ്പാക്കി ശുദ്ധീകരിച്ചിട്ട് കന്യാമാതാവിൻ്റെ നിർമ്മല ഗർഭകൊട്ടാരത്തിൽ നീ കടന്നു വസിച്ചു. ഇങ്ങനെ അവളിൽ നിന്നും നീ രണ്ടാം ജനനമെടുത്തു. രണ്ടാം മാതാവായി ഗോത്രങ്ങളെയും കുടുംബങ്ങളെയും ഉത്ഭൂതമാക്കുന്ന നീ കന്യകയിൽ നിന്നും ജനിച്ചതുകൊണ്ട് സ്ത്രീകളുടെ ഗണത്തിന് ബഹുമാനവും മഹത്വമുണ്ടെന്ന് നീ കാണിച്ചു. പാപം വർദ്ധിച്ചെടുത്തു തന്നെ കൃപയും വർദ്ധിച്ചു. ആകയാൽ ഞങ്ങളും പ്രധാന ദൂതനായ ഗബ്രിയേലിനോടൊന്നിച്ച് സർവ്വവിധ യോഗ്യതകളുമുള്ള കന്യകയെ ശ്ലാഘിച്ചു പുകഴ്ത്തി പ്രകാരം പറയുന്നു: കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെ, നിനക്ക് സമാധാനം. സർവ്വലോകത്തിൻ്റെ സന്തോഷമായവനെ ഗർഭം ധരിച്ച മാതാവേ, നിനക്ക് സമാധാനം. അഖില ലോകത്തിൻ്റെയും സൃഷ്ടാവിൻ്റെ മാതാവേ, നിനക്ക് സമാധാനം. ഭൂമിയിൽ നിന്ന് ശാപം നീങ്ങിപ്പോകുവാൻ കാരണമായ വാഴ്ത്തപ്പെട്ടവളെ, നിനക്ക് സമാധാനം. ആകാശത്തിലെ മഞ്ഞുപോലെ അപരിമിതനായ പിതാവിൻ്റെ വചനത്തെ സ്വീകരിച്ച വാഴ്ത്തപ്പെട്ട രോമക്കട്ടെ, നിനക്ക് സമാധാനം. ക്രൂപകൾക്ക് സാമ്യമായവളും ഇടയന്മാരാൽ ആദരിക്കപ്പെട്ടവളുമേ, നിനക്ക് സമാധാനം. അശരീരിയായവനെ തൻ്റെ ഉദരത്തിൽ അടക്കിയ മൺപാത്രമേ, നിനക്ക് സമാധാനം. സർവലോകത്തിനും ജീവനും സന്തോഷവും തന്നിൽ നിന്ന് ഉദിച്ചുവെന്ന സർവനന്മകളുടെയും ഇരിപ്പിടമേ, നിനക്ക് സമാധാനം. ആകൽ കർസായുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും പാളയത്തെ വീഴ്ത്തിയ എല്ലാ സൃഷ്ടികളുടെയും തോറ്റുപോകാത്ത ആയുധമേ, നിനക്ക് സമാധാനം. എല്ലാ ലോകത്തിൻ്റെയും മോദത്തെ വഹിച്ച മാതാവേ, നിനക്ക് സമാധാനം. മനുഷ്യകരങ്ങൾ കൂടാതെ തന്നിൽ നിന്നും ശിലയായവൻ വെട്ടിയെടുക്കപ്പെട്ടു എന്ന പരിശുദ്ധ പർവ്വതമേ, നിനക്ക് സമാധാനം. തൻ്റെ സൃഷ്ടാവിനെ ശിശുവിനെ പോലെ വളർത്തിയ പരമാർത്ഥതയുള്ള പ്രാവേ, നിനക്ക് സമാധാനം. വിവാഹസ്പർശനമേൽക്കാത്ത കന്യക മണവാട്ടിയായുള്ളവേ, നിനക്ക് സമാധാനം. എല്ലാ മനുഷ്യരുടെയും സങ്കേത തുറമുഖമേ, നിനക്ക് സമാധാനം. ജീവജലത്തിൻ്റെ അരുവിയും സകല നന്മകളുടെയും ഉറവിടമേ, നിനക്ക് സമാധാനം.
ജീവന്റെ മുന്തിരിക്കുലയെ ഉത്ഭവിപ്പിച്ച വാഴ്ത്തപ്പെട്ട മുന്തിരിത്തണ്ടേ, നിനക്ക് സമാധാനം. സ്വർഗീയ മഴയെ സ്വീകരിച്ച ലഘുവായ മേഘമേ, നിനക്ക് സമാധാനം. ദൈവിക യോഗ്യതകൾ നിറഞ്ഞ സുന്ദരിയേ, നിനക്ക് സമാധാനം. സ്വർഗീയ ആദാം തന്നിൽ നിന്ന് പുറപ്പെട്ട മൺമേനായ ആദാമിൻ്റെ സ്വരൂപമേ, നിനക്ക് സമാധാനം. കേടില്ലാത്ത മരം കൊണ്ട് നിർമ്മിക്കപ്പെട്ട നിയമത്തിൻ പെട്ടകമേ, നിനക്ക് സമാധാനം. സകല നന്മകളുടെയും ആദ്യഫലമേ, നിനക്ക് സമാധാനം. ഭൂമിയിലെ സകല ഗോത്രങ്ങളാലും ഭാഗ്യവതി എന്ന് വാഴ്ത്തപ്പെടുന്നവളേ, നിനക്ക് സമാധാനം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിൽ കൂടി പുറപ്പെട്ട് ലോകത്തിൽ കാണപ്പെട്ടപ്പോഴും അടയ്ക്കപ്പെട്ടിരിക്കുന്ന വാതിലേ, നിനക്ക് സമാധാനം. പരിശുദ്ധ മാതാവേ, നീ മാലാഖമാരുടെ യാഥാർത്ഥ്യവും നിബിയന്മാരുടെ പ്രശംസയും സ്ലീഹന്മാരുടെ സന്തോഷവും സഹോദയന്മാരുടെ ആമോദവും കന്യകമാരുടെ കിരീടവും പ്രഭയും പുകഴ്ചയും ആകുന്നു. ഞങ്ങളുടെ മെസ്സിയ തമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വാഴ്ത്തപ്പെട്ട നിന്റെ മാതാവിൻ്റെ പരിശുദ്ധ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ വൈഷമ്യങ്ങളിൽ ഞങ്ങളെ നീ ആശ്വസിപ്പിക്കണമേ. ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. പരീക്ഷകളിൽ നിന്ന് വിടുവിക്കണമേ. നികൃഷ്ട പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ. ക്ഷീണത്തെ നീക്കിക്കളയണമേ. മനോദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാപികളെ നിർമ്മലരാക്കണമേ. കാണാതെ പോയവരെ നീ കണ്ടുപിടിക്കണമേ. നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ പെരുന്നാളുകളെ ഞങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗീയ വിളിക്ക് യോഗ്യരായി തീർന്നുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴെല്ലായ്പ്പോഴും എന്നേക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമാറാകണമേ. ഹോശോ വബകുല സുബ്ഹാനൽ മീൻ. നാഥനെ വാഴ്ത്തുവിനുത്തമരേ, പരിമളധൂപയുധം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ നോർമ്മ ഭവിക്കട്ടെ. ബാറക്കുമോ പരിമളധൂപയുധം വൈദികമൽപാന്മാ നീതി പ്രിയ സിദ്ധ ഓർമ്മ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാം. തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട. ദൈവപ്രസവിത്രി കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം. ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ. വാളാൽ ചിറകുകൾ പോ ഉന്നത പദമേറി നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ. നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥ. രാപ്പകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. മേലൂർശിലേമിൽ മഷിഹാസന സവിധേ സ്മൃതി വിശ്വാസികളാ മൃതരാർജിക്കട്ടെ. മുറിയോറാഹി മേലൈനുവാദാര. മഹത്വമുള്ളവനായ പിതാവിൽ നിന്നും ഇറങ്ങി വിശുദ്ധ കന്യകമറിയാമിൻ്റെ മാർവിൽ വസിച്ച് തിരഹിതപ്രകാരം അവളിൽ നിന്ന് ശരീരം ധരിക്കുകയും മരണമുള്ള ഞങ്ങളുടെ കുലത്തെ മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്ത അത്യുന്നതനായ കർത്താവേ,
അവളോടുള്ള മഹത്തരമായ വചനിപ്പിൻ്റെ ഈ ദിവസം ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപത്തെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന ഏകജാതനായ ദൈവമേ, ഇതിനാൽ നിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്നവരും നിന്റെ സ്തുത്യ മനുഷ്യാവതാരത്തെയും ബഹുമാനമുള്ള നിന്റെ സ്ലീബായാലും രക്ഷിക്കപ്പെട്ടവരുമായ നിന്റെ ആട്ടിൻകൂട്ടത്തിന് പാപപരിഹാരവും ആശ്വാസവും നീ നൽകണമേ. മറൻ ബാലോഹാൻ ലവൽ മീ. ദേവാകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ നല്ലോർമ്മ. നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവി സ്വർഗേ തൽസ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. നാഥാ ചേർക്കുക ഞങ്ങളെ നിൻ മാതൃ സ്മരണത്തിൽ. പാർക്കുമോ വാഴ്വേറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാ. സ്തോത്രം ദേ കർണത്താൽ അവനെ കൈക്കൊണ്ടുദരെ പേറി. ഗർഭാശയ കന്യാമുദ്രകളീന്നും നിർഗതന ജാതികളെ ലജ്ജാകുലരാക്കി. സ്തുതിയധികം താഴ്മ ഭരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. പ്രാർത്ഥിപ്പിൻ സ്ലീഹന്മാരെ കർത്താവോടായി. ഭിന്നത സപതൻ സന്താനങ്ങളിൽ ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുസ്താർഗികരതിനെ ചുറ്റുന്നു. സത്യമതാ മോശയിലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ. വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ. ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്താ. മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേ നിങ്ങൾ നാനാവിധ യാതനയെയും കൂസിടാതെ ഗളരുതിരത്താൽ ധവളിമയങ്കങ്ങൾ ഉളവാക്കി. പീഡകളെ വെന്നിഹമശിഹായി സ്നേഹിച്ചോ ധന്യന്മാർ നിങ്ങൾ. ഭൂസ്വർഗങ്ങളിലേറുന്നു സ്മരണം നിങ്ങൾക്കാ. മാർത്തോമാ പണ്ഡിത വൈദ്യാരോഗർക്കാർ സൗഖ്യമേറ്റിടുവാനധികാരം തേ നൽകി വരൻ. പാർത്താൽ നിന്നസ്തികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ശമനങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും ആഹ്വാനം ചെയ്യുന്നുദവിക്കെത്തുക നാഥ. കലഹിപ്പിക്കുന്നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാ. ഭിന്നത നൃപവിധികർത്താക്കളിൽ അവനുളവാക്കി. ധാർമ്മികരെയും പീഡിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ. ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സ്ലീബായ. ന്യായാധിപതേ അങ്ങേക്കരിശം ചേർത്ത കടത്താൽ എന്തല താഴ്ത്തരുതേ. വിധികേഹേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും. നിന്തിരുമേയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ സ്ലീബാ ഞാൻ കൂപ്പി പിഴപോക്കി
നിന്മേലുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽകുകമുക്തി. ഭേദം വേണ്ട മശിഹായിൻ ഹൃദി പൂണ്ടോരെ, ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാനദിനം. കേടന്നീ കബറുകളീന്നും നിങ്ങളെഴുന്നേ, അതിവേഗം രാജാത്മജനെ എതിരേൽപ്പാനെത്തും. മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ. കനിവാലാദം സുതജീവപ്രദനെ കൃപ ചെയ്യുക. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ഫലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാർക്കുമോ. ആർദ്രതയാൽ ദാസി വിനയം തൃക്കൺ പാർത്തോ. അമലൻ ദൈവം തൻ ജനനി കേകിടുന്നൗന്നത്യം. സ്തൗമൻ കാലോസ് കുറിയിലായിസോ. ചൊന്നാൻ മറിയാം നിൻ ശക്യ നിന്നെ വഹിച്ചേ. ജനനേ ഗുഹയിൽ നിൻ മഹിമാവെന്നെ നീ കാട്ടി. കാളുന്ന ചെറുപുൽക്കൂടിനു ചുറ്റിലുമെരുതി. പാറുന്നു പരിതലേ ചിറകാറുള്ളോ ശ്രോപ്പേന്മാ. കർത്താവേ പക്ഷമുയർത്തിടുവാൻ അവരോടു നീ കൽപ്പിച്ചിടണമേ. വന്നു വണങ്ങി തിരുഹിതമാം സ്തന്യം ഞാൻ നൽകാൻ പാർക്കുമോ. മന്നച്ചെപ്പൊടു നിയമത്തിൻ പെട്ടിയൊടതിശു. ധാകാരെ തളിരേകിയൊരഹറോൻ തൻ ദണ്ഡോടും. ഗിതയോൻ ഗ്രഹകമ്പിളി മഞ്ഞോടേലീശാതൻ. നവകുംഭത്തോടു തേജോമയനാമേ ഷായാതൻ. ത്വരയേറും മുകിലോടും മൂഷ നിബിമുഖ്യൻ. വാഴ്വെഴുമമ്മയതൽ പ്രവചന നിയമസ്ഥാനങ്ങളിലൻപോ ഡുപമീച്ചു. ഒരിയോറാഹി മേലൈനോ ആധാര. മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ. തൽപ്രാർത്ഥനയാൽ പുണ്യമിവർക്കും മൃതരായോർക്കും. ദാവീദുപുത്രി ഭൂപാലരനീ കുംഭോപങ്കൽ. സ്വാതന്ത്ര്യം തേ കാൺമതിനാലെ യാചിക്കുന്നു. നിർമ്മലമാണിക്യക്കല്ലേ നീ നിന്നിലുദീച്ച. ഫലമായോനോടർത്ഥിക്കണമേ ഞങ്ങൾക്കായി. കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം. തൽസന്ദേശം കേൾപ്പിൻ സവിധം പുനരുത്ഥാനം. ദാമ്പത്യത്തിൻ ജഡരേ രൂപം നൽകിയൊരാജ്ഞം. ആഹ്വാനത്താലഴിവെങ്ങേമേ
എഴുന്നേൽപ്പിക്കും. ഭാഗ്യവതിക്കും സിദ്ധർക്കും മൃതരാം ഭക്തർക്കും സ്മൃതിയുയരത്തിലും ഈ സഭയിലുമുണ്ടായിടട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. രക്ഷിതാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന ഞങ്ങളുടെ മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യകമർത്ത് മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. അഖിലം ഞാനാരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല. തൽസ്നേഹത്താലെ ധാർമ്മികനാം യൗസേപ്പാർന്നു മെസറേം രാജത്വം. മഹിതൻ മോശ വിഭാഗിച്ച വഴിയാൽ വാരീതിയെ ാദ്യന്മാരതിനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരായി തങ്കത്തെ കാളതു കാമ്യം മധുവിലു മധുമധുരം പാരം ദൈവാരാധനയെ സ്നേഹിപ്പോർ ധന്യൻ ബാറക്കുമോ. കടലോരം വഴി പോകുമ്പോൾ അന്യോന്യം വെട്ടി തിന്നും മത്സ്യത്തെ ദർശിച്ചാർന്നേനാശ്ചര്യം. വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഞാൻ ഭുവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ടി മർത്യരിലും ന്യായവിധിക്കെത്തിയിടാത്ത ജീവിയെ എന്തിനു നിന്നീപ്പൂ. കൺമുൻപിൽ വിധി കണ്ടാലും പരനെ വിഴുങ്ങും കുറ്റക്കാരവരെ ഏൽക്കുന്നോ ധന്യൻ. മുറിയോരാഹേ മേലൈനുവാദാര ആദ്രത തോന്നണമേ നാഥ. ഇക്കർമ്മം കൈക്കൊള്ളണമേ. മോചനവും കൃപയും വാഴ്വും നിന്നറയിടണമേ. വൃത്തികളാൽ കർത്താവേ ഞാൻ നിൻ കോപത്തിനു പാത്രമതായി കരുണാബ്ദേ നീ കോപിക്ക. സുസ്ഥിരമേ നിൻ നിർമ്മലത നിപിവാക്യം പോൽ ജനമെല്ല ജലബിന്ദുക്കൾ കോപമത. നൈർമല്യത്തെ ഭഞ്ജീപ്പ തിന്മയ്ക്കെങ്ങനെ സാധിക്കും. പ്രാർത്ഥന കേട്ടിടുന്നോനെ യാചന നൽകിയിടുന്നോനെ. പ്രാർത്ഥനയിൽ പ്രീത്യാസദയം യാചനയെ നൽകിയിടണമേ. ബാറക്കുമോറത്യുന്നതനുടെ മറവിങ്കൽ ഹല്ലേലൂയ. ദേവേശൻ തൻ നിഴലിലേരിപ്പോൻ സംസ്തുത്യൻ. ബാറക്കുമോർ കർത്താവോടൊര ചെയ്തിടുമവൻ. ഹല്ലേലൂയ. ശരണമൻ ഗതിയാം പരനും നീ. പ്രതികൂലതയിൻ ഗണിയിൽ നിന്നും ഹല്ലേലൂയ. വാഴ്വചനത്തിൽ നിന്നും കാക്കുമവൻ. തൂവലുകൊണ്ടവനം ചെയ്തു മറയ്ക്കും
ചിറകുകളായി ഹല്ലേലൂയ ആയുധമായി ചുറ്റും നിന്നെ തിരുസത്യം രാവിൻ ഭീഷണിയാൽ ഭയമാർന്നീട ഹല്ലേലൂയ പകലിൽ പാറിടുമസ്ത്രത്തിൽ നിന്നും രാത്രിഞ്ചരമാം വചനത്തിൽ നിന്നും ഹല്ലേലൂയ ഉച്ചയിലൂതും കാറ്റിൽ നിന്നും നിൻ പാർശ്വത്തായിരമായിരമായി നിപതിക്കും ഹല്ലേലൂയ പതിനായിരമായി നിൻ വലമാം ഭാഗത്തും നിന്നരികത്തണയാനെളുതല്ലവരാ ഹല്ലേലൂയ ദർശിക്കും നീ നിൻ ദൃഷ്ടികളാൽ കാണുമധർമ്മം ചെയ്യുന്നവരുടെ പ്രതിപകരം നീ ഹല്ലേലൂയ എൻ ശരണം കർത്താവായതിനാൽ നിൻ പാർപ്പിടമുയരങ്ങളിലാക്കുകയാ ഹല്ലേലൂയ നിന്നെ അധർമ്മം തീണ്ടുകയില്ല നിൻ കൂടാരത്തൊടു ദണ്ഡനമാർന്നീട ഹല്ലേലൂയ നിന്നെ പ്രതി മാലാഖകളോടവനാജ്ഞാപിക്കും മാർഗങ്ങളിലകിലം നിന്നെ പരിരക്ഷിപ്പാ ഹല്ലേലൂയ നിന്നെ ഭുജങ്ങളിലവരെ ിടുവാനായി നിൻ പാദത്തിനിടർച്ച ഭവിക്കായി ഹല്ലേലൂയ സർപ്പം വിരിയൻ പാമ്പിവയെ നീ മർദ്ദിക്കും കേസരി നക്രങ്ങളെ നീ തട്ടിമെതിക്കും ഹല്ലേലൂയ പരിരക്ഷിച്ചു ബലം നൽകും ഞാനവനെന്നെ തേടുകയാൽ നാമമറിഞ്ഞെന്നെ വിളിച്ചതിനാൽ ഞാൻ ഉത്തരമരുളും ഹല്ലേലൂയ പീഡയിലവനോടു ചേർന്നമരും ഞാൻ ബലവാനാക്കി ബഹുമാനിച്ചു
അവനെ ഞാൻ. ഹല്ലേലൂയ. നെടുനാളിക്കവനു കൊടുക്കും ഞാൻ സംതൃപ്തി. എൻ പരിരക്ഷയെ ഞാനവനെ ദർശിപ്പിക്കും. ഹാലേലുയ്യ. ഗിരിയതിലേക്കൻ നയനങ്ങളെ ഞാനേറ്റിടും. ആഗതനായിടുമിവിടുന്നൻ ആശ്രയമായോ. ഹല്ലേലൂയ. എൻ തുടകർത്താവിൻ തിരുമുമ്പിൽ നിന്നും വാനിടവും പാരും നിർമ്മിച്ചോൻ. ഹാലേലുയ്യ. നിൻ പാദം വഴുതിടുവാനവനിടയാക്കുകയില്ല. നിദ്രാവശനാകാതിന്നുടെ കാവൽക്കാരൻ. ഹല്ലേലൂയ. ഇസ്രായേലിൻ കാവൽക്കാരൻ. നിദ്രാവേശവുമില്ലവനിക നിദ്രാഭാരമതും. ഹാലേലുയ്യ. കർത്താവല്ലോ നിന്നുടെ കാവൽക്കാരൻ. വീശും നിഴൽ നിന്നുപരിതലേ കർത്തൻ വലതുകരത്താൻ. ഹല്ലേലൂയ. പകലോൻ പകലിൽ നിനക്കപകാരം ചെയ്യാം. രാത്രീശ്വരനും രാവിങ്കൽ. ഹാലേലുയ്യോ. ഹാലേലുയ്യ. കർത്തൻ ദോഷങ്ങളിൽ നിന്ന് കാത്തിടും നിന്നാത്മാവിനെ നാഥൻ. ഹാലേലൂയ. ഹാലേലൂയ. ദിൻഗതി വിഗതികളെ പാലിക്കുമവൻ. മേന്മേലെന്നേക്കും. ഹാലേലൂയ. സ്തുതിയങ്ങേക്കുചിതം ദേവേശ. ബാറക്കുമോ. ഹല്ലേലൂയ. 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 മനോലം ആദാം ലോലം ഉൽമീനമീൻ. മഹോന്നതന്റെ മറവിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ തിടകീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സകലം കേൾക്കുന്നവനെ അനുഗ്രഹത്താൽ അടിയാരുടെ കേൾക്കണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായി മിശിഹാം, നിരപ്പ് നിറങ്ങിയിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ.
കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്ത്